ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട പുതിയൊരു പ്രഭാതം, ഒരു വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാവം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവിക ആലോചനയ്ക്കായി നമ്മളെ ഒരുക്കാം. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം, പ്രിയമുള്ളവരെ, പ്രവർത്തകർ യേശുവിൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തണം എന്നുള്ളതാണ്. ആ ചിന്തയിലേക്ക് നിങ്ങളേവരെയും ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ആ ചിന്തയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതേ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അതിനാധാരമായി ഒരു വേദഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്: രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണ്? പ്രവർത്തകർ, ദൈവത്തിന്റെ വേലക്കാർ യേശുവിൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തണം, അഥവാ യേശുവിനെ വെളിപ്പെടുത്തണം എന്നുള്ളതാണ്. ദൈവം വലിയ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുള്ളവർ സത്യം ജനങ്ങൾ മുൻപാകെ കൊണ്ടുവരുവാൻ തികഞ്ഞ ആത്മാർത്ഥതയോടെ പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ അങ്ങനെ പ്രവർത്തിച്ചപ്പോഴും കേട്ടവർ അത് നിരസിച്ചിട്ടുണ്ടാവാം. അങ്ങനെ നിരസിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ വേലക്കാർ എന്ന നിലയിൽ നമ്മൾ അതിൽ നിരാശപ്പെടേണ്ടതില്ല. കാരണം ക്രിസ്തുവിന്റെ നാളുകളിലും ക്രിസ്തു നേരിട്ട് സ്വയമായി പ്രവർത്തിച്ചിട്ടും ശിഷ്യരെ അഭ്യസിപ്പിച്ചിട്ടും അല്ലെങ്കിൽ അവരോട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അത് നിരസിച്ച അനേകരുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്നായി ക്രമീകരിക്കപ്പെട്ട പദ്ധതികളും ദൈവികമായുള്ള സംഭാഷണങ്ങളും കൊണ്ട് വേലയുടെ അന്തസ്സ നിലനിർത്തുവാൻ നമ്മൾ ഉറച്ചിരുന്നാൽ മാത്രം മതി. നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. പരമാവധി ഉയരത്തിൽ എത്തിക്കുവാൻ നമ്മളല്ല ശ്രമിക്കേണ്ടത്. മിഷണറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ ഹൃദയങ്ങളോട് അടുത്തു വരേണ്ടതാണ്. യേശുവിൻ്റെ ആത്മാവ് വേലക്കാരുടെ ആത്മാവിൽ നിറയണം. ഓരോ വേലക്കാരനും ഓരോ പ്രവർത്തകനും യേശുവിൻ്റെ ആത്മാവ് നിറഞ്ഞവനായി പ്രവർത്തിക്കണം. സന്തോഷവും സഹതാപവും നിറഞ്ഞ വാക്കുകൾ, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള സ്വാർത്ഥരഹിതമായ സ്നേഹം എന്നിവ ഓരോ പ്രവർത്തകന്റെയും ഹൃദയത്തിലും പ്രവർത്തനത്തിലും വെളിപ്പെട്ടു വരണം. അഹംഭാവത്തിൻ്റെയും സ്വാർത്ഥതയുടെയും തടസ്സങ്ങളെ തകർക്കുന്നതാണ് ആ സ്നേഹത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ ഉണ്ടെന്ന് പിന്നെ അവിശ്വാസികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് സത്യത്തിന്റെ വഴി അവർ കണ്ടെത്തും. ഇതാണ് നമ്മുടെ കർത്തവ്യവും ദൈവ പദ്ധതികളുടെ നിവർത്തീകരണവും. ഇങ്ങനെ ചെയ്യുവാനാണ് ദൈവം നമ്മളോട് ആവർത്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സംസ്കാര ശൂന്യതയും പരിശുദ്ധവും നമ്മളിൽ തീരെ ഉണ്ടാകരുത്. മാന്യമായ പെരുമാറ്റവും സംശുദ്ധിയും ക്രിസ്തീയ വിനയവും നമ്മിൽ വളർത്തപ്പെടണം. ചേർച്ചയില്ലായ്മയും തീർച്ചയില്ലായ്മയും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അത്തരം പ്രത്യേകതകളെ ഗുണവിശേഷങ്ങളായി നമ്മൾ ഒരിക്കലും കരുതരുത്. ദൈവം അവയെ അങ്ങനെ കണക്കാക്കുന്നില്ല. നമ്മുടെ വിശ്വാസത്തിൽ അല്ലാത്തവർക്ക് വിരോധം വരാതിരിക്കാൻ എല്ലാ തരത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസത്തിലെ അത്യധികം എതിർപ്പുണ്ടാക്കുന്ന കാര്യങ്ങളെ ഒരിക്കലും പ്രമുഖമായി പൊങ്ങി നിൽക്കുവാൻ അനുവദിക്കരുത്. ആവശ്യമായിടത്ത് തക്ക സമയത്ത് മാത്രം അത്തരം കാര്യങ്ങളെ വിവേകത്തോടെ സംസാരിക്കുവാൻ നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മുറിവുണ്ടാക്കിയേക്കാം. ദൈവാത്മാവിന്റെ മാർദ്ദവമുണ്ടാക്കുന്നതും കീഴ്പ്പെടുത്തുന്നതുമായ സ്വാധീനമുണ്ടാകുവാൻ എല്ലാവരും നോക്കണം. ക്രിസ്തു തുല്യമായ ആർദ്രതയും ആത്മാക്കൾക്കായുള്ള സ്നേഹവും എല്ലാവർക്കും ഉണ്ടാകണം. ഒരുമിച്ച് വേല ചെയ്യുവാൻ അയക്കപ്പെടുന്നവർ അവരുടെ പ്രത്യേക ചിന്താഗതികളും കടുംപിടുത്തവും വിട്ടുകളയണം. ദൈവ ഇഷ്ടം നടപ്പിലാക്കേണ്ടതിന് ആത്മാവും ഹൃദയവും യോജിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കണം. നേട്ടമുണ്ടാകേണ്ടതിന് പരസ്പരം യോജിപ്പോടെ പ്രവർത്തിക്കുവാൻ നമ്മൾ കൂടിയാലോചിക്കണം. ക്രിസ്തുവിന് നമുക്ക് അധികം ഇനിയും ആവശ്യമാണ്. സഹമനുഷ്യരിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്ന ചുവർ നിർമ്മിക്കുന്ന സ്വഭാവത്തിലെ പ്രത്യേകതകളും അവരെ വേർതിരിക്കുന്നതായ സ്വാർത്ഥതകളും നമ്മളിൽ കുറഞ്ഞു വരണം. ക്രിസ്തുവിന്റെ കൃപകളെ നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ തടസ്സങ്ങളെ നീക്കുന്നതിനായി വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയും. യുഗങ്ങൾക്കപ്പുറം യുഗങ്ങളായി ദൈവം തന്റെ വസ്തുക്കളെ സഭയ്ക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നു. തലമുറയായി നൂറ്റാണ്ടുകളായി അവരുടെ പരമ്പരാഗത നിക്ഷേപം അവർ സ്വരൂപിച്ചു വരുന്നു. അങ്ങനെ വർദ്ധിച്ചു വരുന്ന ചുമതലകൾ നമ്മുടെ കാലത്തോളം എത്തി. നാം വസ്ത്രം ധരിക്കണം. നമ്മുടെ സ്വന്തം വസ്ത്രമല്ല, ക്രിസ്തുവിന്റെ നീതിയുടെ വസ്ത്രം, സർവായുധ വർഗം കൊണ്ടാകണം നമ്മൾ ഈ വേലയ്ക്ക് ഇറങ്ങി പുറപ്പെടേണ്ടത്. അതുകൊണ്ട് ദൈവത്തിന്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവുള്ളവരായി ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് സ്നേഹത്തിൽ
ആത്മാവ് നിറഞ്ഞ പ്രവർത്തനം നടത്തുമ്പോൾ അനേകരിൽ ആ സ്നേഹത്തിന്റെ സത്യത്തെ ഉളവാക്കുവാൻ നമുക്കിടയായിത്തീരും. അങ്ങനെ ഉണ്ടാകുവാൻ നമ്മൾക്ക് പ്രവർത്തിക്കാം. നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അഹംഭാവവും എല്ലാം വിട്ടുകളഞ്ഞിട്ട് നമുക്ക് സ്നേഹത്തിൽ എല്ലാവരുമായി സ്വാർത്ഥരഹിതമായ സ്നേഹത്തിന്റെ സ്വാർത്ഥതയില്ലാത്ത പ്രവർത്തനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നമുക്ക് പ്രവർത്തിക്കാം. ആ ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രവർത്തിക്കാം. അതിനായി ഈ വിശുദ്ധ ദിവസത്തെ നമുക്ക് ഒരു പ്രയോജനപ്പെടുത്തുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അതിനൊരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിന്റെ രാവിലത്തെ നല്ല മണിക്കൂറുകൾക്കായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വേലക്കാരൻ നിലയിൽ കർത്താവെ, ഞങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചവരായി, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരെ പ്രവർത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഈ ശബ്ദത്തിന്റെ എല്ലാ അനുഗ്രഹവും നിറയുവാൻ ഞങ്ങളെ സഹായിക്കണം. ആദ്യോടന്തം അങ്ങനെ നടത്തിപ്പുണ്ടാകണം. സകല യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം സ്വർഗീയ പിതാവേ. ഏവർക്കും ഏറ്റവും നല്ല ഒരു വിശുദ്ധ ദിവസം നേരുന്നു. ഈ വിശുദ്ധ ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക നടത്തിപ്പ് നമ്മൾക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.